2026 മാർച്ച് മാസത്തിലെ തിരുവോണം നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങളും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മാറ്റങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും ഒരു വർഷമായാണ് 2026 ജ്യോതിഷ ലോകം വിലയിരുത്തുന്നത്. ആ മാറ്റങ്ങളുടെ അലയൊലികൾ അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു നിർണായക മാസമാണ് മാർച്ച്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മാസം എന്നതിലപ്പുറം ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ് ഈ കാലഘട്ടം. ശ്രവണം അഥവാ കേൾക്കുക എന്ന അർത്ഥം വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ വിഷ്ണു ഭഗവാനാണ്. മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും അസാമാന്യമായ കഴിവുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാർ. നിങ്ങളുടെ ഈ ക്ഷമാശീലവും വിവേകവും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ സ്വന്തം മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ മറന്നുപോയോ എന്ന് സ്വയം ചോദിക്കേണ്ട മാസമാണിത്. 2026 മാർച്ച് മാസം പ്രകൃതിയിൽ വസന്തത്തിന്റെ വരവറിയിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ചില പുതിയ നാമ്പുകൾ വിരിയിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഈ മാസം ഒരു ശമനമുണ്ടാകും. എങ്കിലും ഒരു മാരത്തൺ ഓട്ടക്കാരന്റെ ലാസ്റ്റ് ലാപ്പിൽ എന്ന പോലെ അതീവ ജാഗ്രതയോടെയും കരുതലോടെയും ചുവടുകൾ വെക്കേണ്ട സമയമാണിത്. ഈ മാസത്തിന്റെ ഊർജം നിങ്ങളെ കൂടുതൽ കർമ്മനിരതരാക്കും. എന്നാൽ ആവേശപ്പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ പിൽക്കാലത്ത് തിരിച്ചടിയായേക്കാം എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. തിരുവോണം നക്ഷത്രം മകരക്കൂറിലാണ് വരുന്നത്. ചന്ദ്രൻ ഭരണാധിപനായ ഈ നക്ഷത്രക്കാർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒരേപോലെ വേഗത്തിൽ മാറിമറിയാറുണ്ട്. മാർച്ചിലെ ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉണർത്തുന്നതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ നിങ്ങളെ നിസ്സഹായരാക്കിയെന്നും വരാം. പക്ഷേ അവിടെയാണ് തിരുവോണത്തിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാക്കേണ്ടത്. വീണിടത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഈ മാസം പ്രപഞ്ചം തുണയ്ക്കും. സാമ്പത്തികമായ അടിത്തറ ഭദ്രമാക്കാനും തകർന്നുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാനും കരിയറിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും പ്രകൃതി ഒരുക്കുന്ന ഈ അവസരം എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ വിജയം. കുടുംബം, ജോലി, സാമ്പത്തികം എന്നിങ്ങനെ ഓരോ മേഖലയിലും വ്യത്യസ്തമായ ബലങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് നൽകുന്നത്. ചിലർക്ക് ഇതൊരു വഴിത്തിരിവാകാം, ചിലർക്ക് ഇത് പാഠങ്ങൾ പഠിക്കാനുള്ള സമയമാകാം. എങ്കിലും പൊതുവെ നോക്കിയാൽ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും. ആത്മീയമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. അനാവശ്യമായ ചിന്തകൾ വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ മുന്നേറിയാൽ 2026 മാർച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രധാന മേഖലകളിലും 2026 മാർച്ച് മാസം എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പ്രവചനങ്ങൾ കേവലം മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കർമ്മവും ഈശ്വരവിശ്വാസവും ഒത്തുചേരുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. 2026 മാർച്ച് മാസം സാമ്പത്തിക കാര്യങ്ങളിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് അതീവ ജാഗ്രത ആവശ്യമാണ്. വരുമാനമുണ്ടാവുമെങ്കിലും അപ്രതീക്ഷിതമായി വരുന്ന ചില ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ ശമ്പളം അല്ലെങ്കിൽ ബിസിനസ് ലാഭം എന്നിവ മുടക്കം കൂടാതെ ലഭിക്കും. എന്നിരുന്നാലും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ചെറിയ കാലതാമസം നേരിടാം. പുതിയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അത്യാവശ്യമല്ലാത്ത ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം ഗുണകരമാകില്ല. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണിത്. മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകൾ കടം കൊടുക്കുന്നതോ ഈ മാസം ഒഴിവാക്കുക. തൊഴിൽ രംഗത്ത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ ചില അവസരങ്ങളും കാത്തിരിക്കുന്നുണ്ട്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനവും കൃത്യനിഷ്ഠയും മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സഹായിക്കും. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലമാറ്റത്തിനോ ഉള്ള അവസരങ്ങൾ ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മാർച്ചിലെ രണ്ടാം പകുതിയോടെ അനുകൂല മറുപടികൾ ലഭിക്കും. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടാതെ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കണം. മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് യാത്രകൾ വർദ്ധിക്കുകയും അതുവഴി പുതിയ ഓർഡറുകൾ ലഭിക്കുകയും ചെയ്യും. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടമാണിത്. ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വലിയ കലഹങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. മാസത്തിന്റെ അവസാന പകുതിയോടെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മക്കളുടെ വിവാഹ കാര്യത്തിലോ വിദ്യാഭ്യാസ കാര്യത്തിലോ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സഹോദരങ്ങളുമായി സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ ഈ മാസം ശ്രമിക്കാവുന്നതാണ്. ഗൃഹാന്തരീക്ഷത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. തിരുവോണം നക്ഷത്രക്കാരുടെ മനഃശാന്തിക്ക് ഈ മാസം ആത്മീയ പ്രവർത്തനങ്ങൾ വലിയ പങ്കുവഹിക്കും. വിഷ്ണു ഭജനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്.
വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശ്രവണ നക്ഷത്രത്തിന്റെ അധിപൻ വിഷ്ണു ആയതിനാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് ഊർജം നൽകും. പിതൃപുണ്യത്തിനായി ചില കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമാണ്. ധ്യാനത്തിനും യോഗയ്ക്കും സമയം കണ്ടെത്തുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ഈ മാസം ചില മുൻകരുതലുകൾ ആവശ്യമാണ്. വാദസംബന്ധമായ അസുഖങ്ങളോ സന്ധിവേദനയോ ഉള്ളവർക്ക് ഈ മാസം അല്പം പ്രയാസം നേരിടാം. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കമില്ലായ്മ അലട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ വിശ്രമം ഉറപ്പാക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുമെങ്കിലും വിജയം സുനിശ്ചിതമാണ്. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. കലാരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ കൈവരും. അനാവശ്യ യാത്രകൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. എങ്കിലും തീർത്ഥയാത്രകൾക്ക് ഈ മാസം നല്ലതാണ്. വടക്ക് ദിശയിലേക്കുള്ള യാത്രകൾ ഗുണകരമാകും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ പകുതിക്ക് ശേഷം അത് ചെയ്യുന്നതാവും ഉചിതം. വസ്തു വാങ്ങാനോ വിൽക്കാനോ ഉള്ള ശ്രമങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സുഹൃത്തുക്കളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഈ മാസം ഒഴിവാക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി ഓരോ കാര്യവും തുടങ്ങുക. തിരുവോണം നക്ഷത്രക്കാർക്ക് ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്താനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. തിരുവോണത്തിന്റെ അധിപനായ മഹാവിഷ്ണുവിനെ പതിവായി ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓം വിഷ്ണവേ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. ദശാധിപനായ ചന്ദ്രനെയും രാശാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയും വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യാം. ശനീശ്വര ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുകയും നീലവസ്ത്രങ്ങൾ ധരിക്കുകയും ശനിമന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചന്ദ്രശാന്തി ഹോമം, ശനിശാന്തി ഹോമം എന്നിവ ദോഷപരിഹാരത്തിനായി നടത്താവുന്നതാണ്. ദുർഗാസ്തോത്രങ്ങൾ, ചന്ദ്രമന്ത്രം, ശനിമന്ത്രം എന്നിവ ദിവസവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. തിരുവോണം, അത്തം, രോഹിണി തുടങ്ങിയ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ശുഭകരമാണ്. തിങ്കളാഴ്ചയും തിരുവോണവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദുരിതശാന്തിക്ക് വഴിയൊരുക്കും. കഴിവിനനുസരിച്ച് അന്നദാനം നടത്തുക. പ്രത്യേകിച്ച് അനാഥരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യകരമാണ്. ഈ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രത്നം മുത്താണ്. വജ്രവും അനുകൂലമായി കണക്കാക്കപ്പെടുന്നു. വെളുപ്പ്, കറുപ്പ് എന്നിവ അനുകൂല നിറങ്ങളാണ്. അപരിചിതരെ വിശ്വസിച്ച് രഹസ്യങ്ങൾ പങ്കുവെക്കരുത്. രാത്രികാലങ്ങളിലെ ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കുക. ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2026 മാർച്ച് മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ഒരു മാസമാണെങ്കിലും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക അച്ചടക്കവും കുടുംബാംഗങ്ങളുമായുള്ള തുറന്ന ആശയവിനിമയവുമാണ് ഈ മാസത്തെ വിജയമന്ത്രം. ആത്മീയമായ പിൻബലം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. ദൂരവ്യാപകമായ ഫലങ്ങൾ നൽകുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ പരിചയസമ്പന്നരുടെയോ ഉപദേശങ്ങൾ തേടുന്നത് നന്നായിരിക്കും.